ശംശയിക്കട്ടെ. നമ്മൾ ഇതേ മനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 38ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത് 1-ാമത്തെ വാല്യത്തിലെ 17-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അനുസരണവും ഹവ്വായുടെ അനുസരണക്കേടും മനുഷ്യജീവിതത്തിന് എന്തുമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ചുള്ളൊരു ധ്യാനമാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം, ഹവ്വ അനുസരണക്കേടിൽ കൂടി പാപത്തിൻ്റെ വിത്തുകൾ പരമ്പരയിലേക്ക് പാവുകയായിരുന്നു ചെയ്തത്. എന്നാൽ പരിശുദ്ധ കന്യാമറിയം അനുസരണത്തിൽ കൂടി ദൈവികതയുടെ വിത്തുകൾ മനുഷ്യ പരമ്പരയിലേക്ക് വിതറുകയാണ് ചെയ്തത്. ഇവിടെയാണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരാളിൽ കൂടി ശാപം മനുഷ്യജീവിതത്തിലേക്ക് വന്നെങ്കിൽ മറ്റൊരാളിൽ കൂടി ശാപമോക്ഷത്തിനുള്ള കൃപ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചു. അവന് എല്ലാത്തിൻ്റെയും അധിപനായി ഭരിക്കുവാനുള്ള അധികാരം കൊടുത്തു. കർത്താവ് നമ്മളോട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആധിപത്യവും ഭരണവും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആത്മീയമായിട്ടുള്ള അർത്ഥങ്ങളാണ്. ഈ ആധിപത്യം പറയുന്നത്, അല്ലെങ്കിൽ ഭരണം പറയുന്നത്, മനുഷ്യൻ അവൻ്റെ 3 തലങ്ങളുണ്ട്. ഏറ്റവും താഴ്ന്ന തലം മൃഗീയ തലമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ മൃഗത്തിനെ പോലുള്ള ആവശ്യങ്ങളും അതിനുവേണ്ടിയുള്ള പരാക്രമങ്ങളുമെല്ലാം. 2-ാമത്തെ തലം ധാർമ്മിക തലമാണ്. അത് കുറച്ച് നീതിയുടെയും വിശുദ്ധിയുടെയും എല്ലാം തലമാണ്. 3-ാമത്തെ തലം ഉന്നത തലം ആത്മീയ തലമാണ്. വാസ്തവത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവാണ് നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ. ആത്മാവിൻ്റെ സ്വരം നമ്മുടെ ശരീരവും മനസ്സും കേട്ട് അതിന് വിധേയപ്പെടുമ്പോഴാണ് ശരിക്കുള്ള ഭരണവും ആധിപത്യവുമെല്ലാം ദൈവികമായിട്ട് വരുന്നത്. അതേസമയം താഴത്തെ തലം മൃഗീയ തലം ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ആധിപത്യമല്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഈ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ ശക്തമാകുന്ന ഒരവസരത്തിൽ നമ്മൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ആ വൃക്ഷം, അതിൻ്റെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോവുകയാണ്. നമുക്ക് ആത്മീയമായിട്ടുള്ള ഒത്തിരി സംശയങ്ങളും സംശയ നിവാരണങ്ങളുമെല്ലാം നമ്മൾ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ്. ഈശോ പറയുന്നുണ്ട്, നമ്മൾ വ്യർത്ഥമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുടെ പുറകെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരത്തിലും ഇടപെടലിലും ജിജ്ഞാസയിലുമെല്ലാം. പക്ഷെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള. എന്നിട്ട് ഈശോ പറയുന്ന ആ നന്മതിന്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറയുന്നത്, ഈശോ പറയുന്നത് ഇതാണ്: നമ്മളിൽ തിന്മയുടെ ഒരു വശം ഉറങ്ങിക്കിടപ്പുണ്ട്, തീർച്ചയായും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ്, ഒരുപക്ഷെ സമയമാകുന്നതിന് മുമ്പുള്ള അറിവ്, അത് അപകടത്തിലേക്ക് നയിക്കാം, തിന്മയിലേക്ക് നയിക്കാം. അരൂപി വന്നു കഴിയുമ്പോൾ, നിറഞ്ഞു കഴിയുമ്പോൾ
കൃപ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനെ എതിർത്ത് നിൽക്കുവാനുള്ള, കീഴടക്കുവാനുള്ള ശക്തി വന്നു കഴിയുമ്പോൾ ആ അറിവിന് ഒരു പക്ഷേ കുറവില്ലായിരിക്കാം. പക്ഷെ അതിനു മുമ്പുള്ള ആ അറിവ് അപകടകരമാണ്. അപ്പോൾ നമ്മൾ ആ ദൈവികമായിട്ടുള്ള അറിവ്, ആ നന്മയെക്കുറിച്ച് മാത്രം നമുക്കറിഞ്ഞാൽ മതി. തിന്മയുടെ മേഖലകളെല്ലാം നമ്മൾ അറിയുന്നത് അത് അപകടത്തിലേക്ക് നയിക്കാം. വിശുദ്ധ ജോൺ മരി വിയാനി നിഷ്കളങ്കനായിരുന്നു. തിന്മയെക്കുറിച്ച് ആ വിശുദ്ധന് വലുതായിട്ട് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷേ ധാരാളം ആ തിന്മയുടെ ബന്ധനത്തിലുള്ളവരെ മുക്തനാക്കുവാൻ പരിശുദ്ധ ജോൺ മരി വിയാനിയെ ശക്തിപ്പെടുത്തുകയായിരുന്നു. ആ കുമ്പസാരക്കൂട്ടിൽ അറിഞ്ഞ ആ തിന്മയെക്കുറിച്ചുള്ളതെല്ലാം, അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസയിലുപരി ഈ തിന്മ നിറഞ്ഞ ലോകത്തിലെ ദൈവമേ, അവരെ നീ പ്രകാശമായിട്ട് അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു. നമുക്ക് ഈ ദൈവിക കാര്യങ്ങളിൽ ആ താളമേളത്തോടെയുള്ള ശരീരവും മനസ്സും ആത്മാവും കൂടി ആ ദൈവത്തിൻ്റെ ദൗത്യത്തിന്, അതാണ് ശരിക്കുള്ള ജീവിതം. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആധിപത്യവും ഭരണവുമെല്ലാം. നമ്മളതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാതിരിക്കുവാൻ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 12:36 പറയുന്നുണ്ട്, നിങ്ങൾ വ്യർത്ഥമായി പറയുന്ന ഒരു വാക്കിന് പോലും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് വ്യർത്ഥമായിട്ടുള്ള സംഭാഷണങ്ങളോ ചിന്തകളോ ജിജ്ഞാസകളോ ഒന്ന് മാറി ആ ദൈവത്തിൻ്റെ ജ്ഞാനം അതിലേക്ക് വരുവാൻ നമ്മുടെ തലത്തിലുള്ള ആ മൃഗീയ തലവും ധാർമ്മിക തലവും ആത്മീയ തലവും ഒന്നാക്കി നമ്മുടെ ആത്മാവാകുന്ന ആ വലിയ സ്നേഹിതനെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് നിരന്തരം ഐക്യപ്പെടുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഒത്തിരി ജ്ഞാനവും കൃപയും അനുഗ്രഹവും നേടുവാൻ നമുക്ക് നമ്മളെ തന്നെ യോഗ്യരാക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.